മഴയായിട്ടും കൂടി കർക്കിടക മാസം ആയതുകൊണ്ടാണ് ശ്രീരാമക്ഷേത്രത്തിൽ വന്ന് തൊഴാമെന്ന് വിചാരിച്ചത്. ശരിക്കും മഴക്കെടുതിയിലെ ഓരോ അപകടങ്ങളും വയനാട്ടിലെ ഓരോ സംഭവങ്ങളും ഒക്കെ കേൾക്കുമ്പം വാസ്തവത്തിൽ വളരെ സങ്കടം തോന്നുന്നു. ഇത് ചില കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല അല്ലേ, പ്രകൃതിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഇനിയും അപകടങ്ങളൊന്നും ഉണ്ടാവരുതെന്നും നന്മകൾ എല്ലാ മനുഷ്യർക്കും ഈശ്വരൻ കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. ഇത് രാമായണ മാസമാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ചെറിയ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പൂക്കാട്ടുപടി അടുത്താണ് ആ ക്ഷേത്രം. നിജമൂഖ രാമ നീ പാദമൂല നേരണം നിജമൂഖ രാമ നീ പാദമൂല നേരണം നിജമൂഖ രാമ. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ രമേശ് ചേട്ടൻ കൂടെ ഉണ്ട്. രമേശ് ചേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇന്ന് മാരുതി 800 ആണ് എടുത്തിരിക്കുന്നത്. കാരണം ചെറിയ വഴിയാത്രേ അമ്പലത്തിലേക്ക് പോകുന്ന വഴി. ഇപ്പം വലിയ കാറ് കയറില്ല. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതാണല്ലേ ശ്രീരാമസ്വാമി ക്ഷേത്രം, കളത്തിൽ പൂക്കാട്ടുപടി. ഈ വഴിയാണല്ലേ. ഇത് അത്ര ചെറിയ വഴിയൊന്നും അല്ല. ഇവിടെ ബോർഡേ കണ്ടിട്ടുള്ളൂ അല്ലേ. അതിനകത്താണ് ക്ഷേത്രം. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും കാർ ഇടേണ്ടി വരും. ഇതിൽ പോവാമോ? എനിക്ക് തോന്നുന്നു ഈ ബിൽഡിംഗ് കഴിഞ്ഞിട്ട് അപ്പുറത്താണ് അല്ലേ? ഇല്ല, എനിക്ക് തോന്നിയത്. ഇതിലേയും കേറാമോ? പാർക്ക് ചെയ്യാം, ഇവിടെ പാർക്ക് ചെയ്യാം. തേവയ്ക്കലെന്ന് വരുന്നത് സാധാരണ ദിവസങ്ങൾ 8:30 മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ. കർക്കിടക ആയ കാരണം 9 അടയ്ക്കുള്ളൂ. ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഇത്രയും അടുത്ത് താമസിച്ചിട്ട് പോലും ഞാൻ വന്നിട്ടില്ല. അയ്യോ എന്ത് ഭംഗിയാ. അല്ല ഭയങ്കര ഒന്ന് വന്ന് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ആ ദീപാരായണം കൂടി നോക്കാം, അപ്പൊ അറിയാം. അതെയാ? അത് കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ പ്രത്യേകത വരുള്ളൂ. ദശാവതാരം അല്ലേ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ പെയിന്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഈ ക്ഷേത്രത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഇപ്പൊ ഒരു 10-25 വർഷമുണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? ഒരു മോഡേൺ ക്ഷേത്രമാണ് അല്ലേ. പക്ഷെ ആ വാസ്തു ഒക്കെ നോക്കി അതേപോലെ നല്ല പഴമ എങ്ങനെയാണോ അതേപോലെ തന്നെ പണിതിട്ടുണ്ട്. ഉള്ളിലും ഒക്കെ ആ ബ്രൗൺ കളറിലുള്ള ഒരു പെയിന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. വെട്ടുകല്ലാണോ അകത്ത്? വെട്ടുകല്ലാണ്. അകത്തും ഒരു ദീപസ്തംഭം ഒക്കെ ഉണ്ട്. അകത്ത് കേറാമോ? കേറട്ടെ. ഇത് ശ്രീരാമ ഭഗവാൻ മാത്രല്ല, അയ്യപ്പസ്വാമി ഉണ്ട്, ഭുവനേശ്വരി ഉണ്ട്, ഹനുമാൻ സ്വാമി ഉണ്ട്. എല്ലാരും കൂടെ കേറട്ടെ. കേറിക്കോളൂ. ഇന്നലെ വായനയായിരുന്നു ഇവിടെ. ഇവിടെ ബിംബപ്രതിഷ്ഠ നടന്ന എന്നാന്നുള്ളത് അല്ലേ. അതിവിടെ ഉണ്ട്. ഇതാ എല്ലാം ഇവിടെ ഉണ്ട്. ശ്രീരാമസ്വാമി ക്ഷേത്രം ബിംബപ്രതിഷ്ഠ 1999 മെയ് 12. തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി അല്ലേ. ഇതാണ് ക്ഷേത്രം. എന്താ കണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള ചെറിയ ഒരു ക്ഷേത്രം. ഇവിടെയും നല്ല ബ്രൗൺ കളറിലുള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ട് വെട്ടുകല്ലിലാണ് ശ്രീകോവിൽ. രാമായ രാമഭദ്രായ
ലിംഗായ പതയേ നമഃ. കൊള്ളാല്ലേ, നല്ല അമ്പലം. ഇവിടെയാണ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ. ഇവിടെ ദേവി അല്ലേ? ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ കംപ്ലീറ്റ് ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടാകുന്ന പൂക്കൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പൂജയ്ക്കും ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു ബോർഡിൽ കണ്ടോ, ഓരോ നാളിൻ്റെയും ഓരോ ചെടികളുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പൊന്നക്കുട അമ്പലത്തിൻ്റെ ശ്രേഷ്ഠ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ നാളിനും ഓരോ ചെടികളുണ്ട്. ആ ചെടികളെല്ലാം ഇവിടെ നട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നോക്കൂ, എത്ര ചെടികളാണ് നോക്കൂ. ഈ ബോർഡ് കണ്ടോ, അശ്വതി, കാഞ്ഞിരം, ഭരണി, നെല്ലി, കാർത്തിക, അത്തി, രോഹിണി, ഞാവൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ നാളിനും ഉള്ള ചെടികളുണ്ട്. ആ ചെടികളെല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത്ര ഇവിടെ അനിഴം, ഇലഞ്ഞി, ശനിയാഴ്ച ഇപ്പൊ കർക്കിടക ആയാൽ ശനിയാഴ്ച വരുന്നുണ്ട്. മഴയായിട്ടും കൂടി കർക്കിടക മാസം ആയതുകൊണ്ടാണ് ശ്രീരാമക്ഷേത്രത്തിൽ വന്ന് തൊഴാമെന്ന് വിചാരിച്ചത്. ശരിക്കും മഴക്കെടുതിയിലെ ഓരോ അപകടങ്ങളും വയനാട്ടിലെ ഓരോ സംഭവങ്ങളും ഒക്കെ കേൾക്കുമ്പം വാസ്തവത്തിൽ വളരെ സങ്കടം തോന്നുന്നു. ഇത് ചില കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല അല്ലേ, പ്രകൃതിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഇനിയും അപകടങ്ങളൊന്നും ഉണ്ടാവരുതെന്നും നന്മകൾ എല്ലാ മനുഷ്യർക്കും ഈശ്വരൻ കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഇന്ന് വരാൻ സാധിച്ചത്. അധികം ആർക്കും അറിയാത്ത ഒരു ക്ഷേത്രമാണ്. എറണാകുളം ഭാഗത്തുള്ളവർ തീർച്ചയായിട്ടും വന്ന് സന്ദർശിക്കുക. ഇത് പൊന്നപ്പൻ ചേട്ടൻ, ഇത് രമണി. ഇവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നത്. എന്തായാലും വലിയ സന്തോഷം ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന്. ഇനിയും വരാം കേട്ടോ, ഞാൻ മക്കളുടെ കൂടെ വരാം, അവരെയും കൂടെ കൊണ്ടുവരാം. അവർക്ക് ഇഷ്ടമാണ് അമ്പലത്തിലൊക്കെ പോകുന്നത്. അവരെയും കൂടെ ഒരു ദിവസം കൊണ്ടുവരാം. പിന്നെ അതുപോലെ എൻ്റെ സ്റ്റുഡൻസിനെ ഇവിടെ കൊണ്ടുവന്ന് ഒരു ദിവസം പാടിപ്പിക്കണമെന്നുണ്ട്. അതും ഓക്കെ, താങ്ക് യു. ഇതൊരു ശ്രേഷ്ഠ എപ്പിസോഡായിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്നതല്ല. ഇവരുടെ കർക്കിടക മാസം ആയതുകൊണ്ടൊന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി ഒന്ന് ദർശനം നടത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം ശ്രേഷ്ഠയിൽ ഈ എപ്പിസോഡും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം ഈ ശ്രേഷ്ഠ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ശ്രേഷ്ഠ അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.